രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം, ഇത് ആത്മാവിൻ്റെ ഭക്ഷണം നൽകിയതാണ്. ചില ഭക്ഷണങ്ങൾ അത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആത്മാവിന് വിഷമായി മാറും. അതും ശ്രദ്ധിക്കണം. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്ന ചില ഭക്ഷണങ്ങൾ, നമ്മൾ നൽകുന്ന ചില ഭക്ഷണങ്ങൾ ശരീരത്തിന് നല്ലതാകും, പക്ഷെ ആത്മാവിനത് വിഷമായി മാറും. അങ്ങനെയുള്ള സമ്പാദ്യവും ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. മക്കൾ നന്നാവണമെങ്കിൽ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, ഹലാലായത് കൊടുക്കണം. ഹറാമ് കൊടുത്തിട്ട് മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമല്ല. യാതൊരു സ്വലാഹിയത്തും മക്കളെ കൊണ്ട് കിട്ടൂല. ഹറാമായ നിലയിൽ സമ്പാദിച്ച് അതാണ് നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നൽകുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട്, കുടുംബം കൊണ്ട് സന്തോഷമുണ്ടാവില്ല. അവരിൽ നിന്ന് സ്വലാഹിയത്ത് പ്രതീക്ഷിക്കണ്ട. അത് വലിയ പ്രശ്നമാണ്. നിങ്ങളറിയോ, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായപ്പോൾ വിശന്നിട്ട് നിർവാഹമില്ലാതെ ഈത്തപ്പഴത്തിൻ്റെ കൂമ്പാരത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴെടുത്ത് വായയിലിട്ടു. സംഗതി അത് സക്കാത്തിൻ്റെ മുതലായിരുന്നു. സക്കാത്തിൻ്റെ മുതൽ മുത്തുനബിക്കോ അഹ്ലുബൈത്തിനോ അനുവദനീയമല്ലല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പേരക്കുട്ടിയല്ലേ, കുട്ടിക്കത് സക്കാത്തിൻ്റെ മുതലാണെന്നൊന്നും അറിയൂല. വിശന്നിട്ട് കൊടല് കരിഞ്ഞിട്ട് ഒരു ഈത്തപ്പഴെടുത്ത് വായയിലിട്ടു. ഇത് മുത്ത് റസൂൽ കാണുകയാണ്. എന്താ ഹബീബായ നബി തങ്ങൾ ചെയ്തത്? കുട്ടികളല്ലേ, സാരല്ല, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയോ? ഹബീബായ നബി തങ്ങൾ ചെയ്തതെന്താണെന്ന് ശ്രദ്ധിക്കണം. വേഗം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തൻ്റെ ചൂണ്ടുവിരൽ ആ കുട്ടിയുടെ വായയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. വായയിലുള്ള ഈത്തപ്പഴം മാന്തിയെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇത് കഴിക്കല്ല മോനെ, ഹാദാ ഹറാമുൻ അലയ്യ വഅലൈക്, കുല്ലു മാ നബത മിനൽ ഹറാമി അന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായതുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണ്. ഹറാമിൽ നിന്നൊരു തുള്ളി രക്തമുണ്ടായാൽ ആ ശരീരം നരകം കൊണ്ട് ബന്ധപ്പെട്ട ശരീരമാകും. അപ്പോൾ അയാളിൽ നിന്ന് നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ ഉണ്ടാകൂ, അത്തരത്തിലുള്ള സ്വഭാവമേ കാണിക്കൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും ഇന്ന് സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മളിൽ പലരും അശ്രദ്ധരാണ്. ഹലാലും ഹറാമൊന്നും വിഷയമല്ല, എന്നിട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത അത് വലിയ നാശങ്ങളുണ്ടാക്കും. അതുകൊണ്ട് വലിയ നാശമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മിനെ ശ്രദ്ധിക്കണം. മനിഷ്തറാ സൗബം ബിഅശറത ദറാഹിം ഫീഹി ദിർഹമുൻ ഹറാം ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ മാ ദാമ അലൈഹി. നമ്മളിപ്പോൾ ഒരു ഷർട്ട് ധരിച്ച് നിസ്കരിക്കുകയാണ്. ₹1 ഹറാം കലർന്ന, ഹറാമിൻ്റെ ₹1 കലർന്ന ആ ഒരു നിലയിലാണ് ഈ വസ്ത്രമുള്ളതെങ്കിൽ ഇത് ധരിച്ച് നിസ്കരിക്കുന്ന കാലത്തോളം അള്ളാഹു ആ നിസ്കാരം സ്വീകരിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ₹500 കൊടുത്തൊരു ഷർട്ട് പീസ് വാങ്ങി, അതിന് 495 ഹലാലായ പൈസ, ₹5 ഹറാമാണ്. എന്നാൽ ആ ഷർട്ട് ധരിച്ച് നിസ്കരിക്കുന്ന കാലത്തോളം നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ഇത് ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. മനിഷ്തറാ സൗബൻ ബിഅശറത ദറാഹിം, 10 ദിർഹം കൊടുത്തൊരാൾ ഒരു വസ്ത്രം വാങ്ങി, ഫീഹി ദിർഹമുൻ ഹറാം, അതിൽ 9 ഹലാലാണ്. 9 ഹലാലാണ്, 1 ഹറാമാണ്. എന്നാലും തുഖ്ബൽ ലഹു സ്വലാത്തുൻ മാ ദാമ അലൈഹി, ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന കാലത്തോളം അവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഇത് പറഞ്ഞിട്ട് ഇബ്നു ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? സുമ്മാ ദഖല സബാബതഹു ഫീ ഉദ്നൈഹി, തൻ്റെ ചൂണ്ടുവിരൽ ചെവിയിലേക്ക് പ്രവേശിപ്പിച്ചു. സുമ്മ ഖാല സുമ്മതാ മാലം മസ്മഅ മിർ റസൂലില്ലാഹ്. ഈ ഹദീസ് പറഞ്ഞിട്ട്
ചെവിയിലേക്ക് വിരലങ്ങ് വെച്ചിട്ട് പറഞ്ഞു, ഇതാ അള്ളാന്റെ റസൂലിൽ നിന്ന് ഈ ഹദീസ് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചെവിയാണ്ട് പൊട്ടിപ്പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പാണ്, ഞാൻ കേട്ടിട്ട് പറയാണെന്നർത്ഥം. ഹറാമായ സമ്പാദ്യം അത് വലിയ നാശത്തിലേക്ക് നമ്മൾ എത്തിക്കും. അതാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ, അതാണ് മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ യാതൊരു സ്വലാഹിയത്തും ഖൈറും ആ മക്കളെ കൊണ്ട്, ആ കുടുംബം കൊണ്ട് പ്രതീക്ഷിക്കേണ്ട. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ അക്കൗണ്ടിലേക്ക് ഹറാമിൻ്റെ 1% പോലും വരൂല എന്നുള്ള നിർബന്ധത്തോടുകൂടെ ഇന്ന് ജീവിക്കുക എന്നത് ഏറ്റവും വലിയൊരു ജിഹാദാണ്. അത് ഏറ്റവും വലിയ പ്രതിഫലാർഹമായ സംഗതിയാണ്. പലിശയൊക്കെ പല അർത്ഥത്തിലും നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടം അള്ളാഹു കാക്കട്ടെ. നിസാരമല്ലല്ലോ മുഅ്മിൻ. പരമാവധി നമ്മൾ തടഞ്ഞു വെക്കാൻ ശ്രമിക്കണം. നമ്മൾ പരമാവധി അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കണം. പലിശയ്ക്ക് 70 ശാഖകളാണ്. അതിലേറ്റവും നിസാരമായത് ഒരാൾ തൻ്റെ സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ ഇതിൻ്റെ ഗൗരവം പറയാൻ എന്ത് ഹദീസാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? പലിശയ്ക്ക് 70 ശാഖകളാണ്. ഐസറുഹ, അതിലേറ്റവും ലഘുവായത്, നിസാരമായത് ഉമ്മയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലെ. ചില ആളുകൾ പലപ്പോഴും പലിശയൊക്കെ സ്വീകരിക്കുമ്പോൾ പറയും, അത് ചെറിയ ശതമാനമല്ലല്ലോ, അതൊരു ചെറിയ ശതമാനമല്ലല്ലോ, അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല എന്നുള്ള നിലക്ക്. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഭാര്യയോട് പറയാണ്, നിൻ്റെ ആ മാല അങ്ങോട്ട് ഊരിയ, നിൻ്റെ ആ പാദസാനം ഇട്ട് ഊരിയ, കുറച്ച് അത്യാവശ്യമുണ്ട്, നമുക്കൊരാഴ്ച കൊണ്ടങ്ങ് എടുക്കുക. അങ്ങനെ ഇയാൾ പോയി അത് പണയപ്പെടുത്തുന്നു, കാശ് വാങ്ങുന്നു. പിന്നീട് ആ വാങ്ങിയ കാശ് കൊടുത്താൽ ആ സ്വർണം തിരിച്ചിട്ടില്ലല്ലോ. 4 പവൻ പണയം വെച്ചു. അയാളൊരു 50,000 റുപ്യ വാങ്ങി. 2 മാസം കഴിഞ്ഞു, ഇല്ല 1 കൊല്ലം കഴിഞ്ഞു, ഈ 50,000 കൊണ്ടുപോയി കൊടുത്താൽ ആ സ്വർണം തിരിച്ചിട്ടുമോ? നിങ്ങളൊരു പരിചയമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അത് തിരിച്ചിട്ടുമോ? തിരിച്ചു കിട്ടൂല. കൂട്ടിക്കൊടുക്കണം. ആ കൊടുക്കുന്നത് പലിശയാണ്. പലിശ വാങ്ങുന്ന ഹുക്കുമ തന്നെയാ, പലിശ കൊടുക്കുന്ന ഹുക്കുമ തന്നെയാണ്. പലിശ വാങ്ങലും ഒക്കെ ഒരേ ഹുക്കുമ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പലിശക്കാരൻ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്കെത്താൻ 3000 കൊല്ലം വേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്നുള്ള വിഷയം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ മുസ്ലിയാരെ ഈ പലിശയെക്കുറിച്ച് പറയണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പലിശ വാങ്ങുകയും കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് കുടുംബസമേതം എന്നല്ല ഒരു നിലക്കും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഈ സമ്പാദ്യത്തിൽ ഹറാം കലർന്നാൽ അത് അവനാൻ്റെ തടിയുമായി മാത്രം ബന്ധപ്പെടുന്ന വിഷയമല്ല, അത് അവൻ്റെ കുടുംബത്തെയും ബാധിക്കുന്ന വിഷയമാണ്. പടച്ചോനെ റബ്ബ് കാക്കട്ടെ. 3000 കൊല്ലം വേണം പലിശക്കാരന് ഖബറിൽ നിന്നും മഹ്ശറയിലേക്ക് എത്താൻ. സഹാബികൾ ചോദിച്ചു, അതെന്താണ് നബിയെ കാരണം? ഹബീബായ നബി തങ്ങളുടെ മറുപടി, ലികിബരി ബത്വനിഹി, ലികിബരി ബത്വനിഹി, അവൻ്റെ വയറിൻ്റെ വലുപ്പം കൊണ്ടാണ്. തുറാമിൻ ഖാരിജിഹൽ ഹയ്യാത്തു വല്ലഖാരിബു, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവൻ്റെ വയറ്റിനുള്ളിൽ പാമ്പുകളെയും തേളുകളെയും കാണാമല്ലോ, അതവൻ്റെ ആമാശയത്തെയും കുടലിനെയും കുത്തി വലിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്, ഈ വയറിൻ്റെ വലുപ്പം കൊണ്ട് ആ ഖബറിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവൻ വീഴും. അവന് എഴുന്നേൽക്കാൻ കഴിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഉരുണ്ടുമറഞ്ഞ് നിരങ്ങി മഹ്ശറയിലെത്തുമ്പോഴത്തേക്ക് 3000 കൊല്ലം കഴിഞ്ഞിരിക്കും. മുഅ്മിനേ ശ്രദ്ധിക്ക, മുഅ്മിനേ, ഈ വയറുമായി എങ്ങനെയാ നരകത്തിൻ്റെ നേരെ മുകളിലുള്ള സിറാത്ത് പാലം അയാൾ വിട്ടുകിടക്കുന്നത്? മആദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്കണേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൻ്റെ നേരെ മുകളിലാണ് ഈ സിറാത്ത് പാലം. പലിശക്കാരൻ്റെ വലിയ വയറുമായി എങ്ങനെയാണ് ആ പാലം വിട്ടുകിടക്കുക? അതുകൊണ്ട് മുഅ്മിനെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊക്കെ ആരെങ്കിലും പെട്ടുപോയെങ്കിൽ കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു നമുക്ക് അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് മാപ്പാക്കി തരട്ടെ. അള്ളാഹു തആല നമുക്ക് മാപ്പ് നൽകട്ടെ. ഇനി അതിലൊക്കെ പെട്ടുപോയവരുണ്ടെങ്കിൽ ഒന്ന് പൂർണ്ണമായും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ.
കുടുങ്ങിയിട്ട് ലോൺ എടുക്കുകയും കുടുങ്ങിയിട്ട് കാശ് വാങ്ങുകയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് തീർത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളുടെ മക്കൾ, കുടുംബം നന്നാവാൻ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നാണ് സമ്പാദ്യം ഹലാലാവണം. ഹറാം കലർന്നത് ഭാര്യക്കോ മക്കൾക്കോ കൊടുത്താൽ ഒരു തരത്തിലുള്ള ഖൈറും അവരെ കൊണ്ട് ലഭിക്കില്ല. അതുകൊണ്ട് മുഅ്മിനെ, ആത്മാവിൻ്റെ ഭക്ഷണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു ബാപ്പ മാതൃകായോഗ്യനായ ബാപ്പയാകുന്നത്. ആവശ്യാനുസരണമുള്ള ഉപദേശങ്ങൾ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി പറഞ്ഞല്ലോ. തൻ്റെ മോനോട് ചെയ്യുന്നൊരു ഉപദേശം, وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. അവിടെ ബാപ്പ മകനെ ഉപദേശിക്കാൻ. പക്ഷെ ആ ബാപ്പയുടെ ഒരു ശൈലി കണ്ടോ നിങ്ങൾ? وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് വഅള് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കവേ അദ്ദേഹം പറയുന്നു, യാ ബുനയ്യ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോനെ. ആ വിളിയിൽ തന്നെ ചില ആശയങ്ങളുണ്ട്. ആ വിളിയിൽ തന്നെ പലതും പഠിക്കാനുണ്ട്. ആ മകന് തോന്നാണ് എൻ്റെ ബാപ്പ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് എന്ന ആ ഒരു ആശയം ആ വിളിയിൽ തന്നെയുണ്ട്. പലപ്പോഴും നമ്മൾ മക്കളെയൊക്കെ ഉപദേശിക്കുമ്പോൾ വിപരീത ഫലം ഉണ്ടാവാനുള്ള കാരണം അതതിൻ്റെ ആ ഒരു രീതി മാറുന്നത് കൊണ്ടാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോൻ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ശിർക്ക് ഏറ്റവും വലിയ ളുൽമാൻ. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും വലിയ ളുൽമ് ശിർക്കാ. അതുകൊണ്ട് ശിർക്കിൻ്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ വിശ്വാസങ്ങളോ ഉണ്ടാവരുത്. പാപ്പ മകനെ ഉപദേശിച്ചു കൊടുക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ മക്കളെ പല അന്ധവിശ്വാസങ്ങളും പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ അന്ധവിശ്വാസങ്ങളുമായിട്ട് നടക്കുന്നു. ആ അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിൽ കുറേ വിശ്വാസങ്ങൾ. ചില പക്ഷികളുടെയൊക്കെ കരച്ചിൽ കേട്ടാൽ പറയുക ചെയ്യും, അല്ലാ കരയുന്നുണ്ടല്ലോ, അത് കരഞ്ഞാൽ നാട്ടിൽ, അത് കേട്ടിട്ടില്ലേ? കൂമൻ, കുറ്റിച്ചൂളാൻ, ഇതൊക്കെ കരഞ്ഞാൽ പറയും കരയുന്നുണ്ടല്ലോ, അതിൻ്റെ കരച്ചിൽ കേട്ടാൽ പറയും നാട്ടിൽ മരണം ഉണ്ടാവും. അക്കരെ കരഞ്ഞാൽ ഇക്കരെ മരണം, ഇക്കരെ കരഞ്ഞാൽ അക്കരെ മരണം. അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുമായി നടക്കുന്നവരുണ്ട്. പക്ഷികളുടെ കരച്ചിൽ കൊണ്ട് ലക്ഷണം പറയുക, ചില ജീവികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങിയപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുള്ള മാവിൽ നിന്ന് കാക്കങ്ങനെ വല്ലാതെ കുറുകുന്നുണ്ട്. അപ്പോൾ പറയും, കാക്കൻ്റെ കുറുകൽ കേട്ടാൽ നിങ്ങളറിയില്ലേ? എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക. എന്താ പറയുക? ഇന്ന് വിരുന്നാർ വരാണ്ട്. നോക്കിയാണ് ഈ കാക്ക വല്ലാതെ കുറുകുന്നുണ്ട് കേട്ടോ, ഒന്നെന്തായാലും വിരുന്നാർ വരും. എങ്ങാനും അന്ന് വല്ല വിരുന്നാരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഖുർആൻ ഓതി പറഞ്ഞിട്ടും കാര്യമല്ല, ഹദീസ് പറഞ്ഞിട്ടും കാര്യമല്ല, കാക്ക കുറുകുമ്പോഴത്തേക്ക് ഒരുങ്ങൽ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഈ പച്ചപ്പയ്യ്, പച്ചത്തുള്ളെന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അതൊക്കെ ശരീരത്തിൽ വന്നിരുന്നാൽ എന്ത് പറയും? പൈസ കിട്ടും അല്ലേ? പച്ചപ്പയ്യ എന്നല്ലേ പറയാ? നിങ്ങളൊന്ന് പറയല്ലേ? പച്ചപ്പയ്യ്, പച്ചത്തുള്ളൻ ശരീരത്തിൽ വന്നിരുന്നാൽ പറയും അതവിടെ നിന്നോട്ടെ, അതിനെ തട്ടണ്ട, അത് വന്നിരുന്നാൽ പൈസ കിട്ടും. കീശൻ്റെ അടുത്തൊക്കെ വന്നിരുന്നാൽ പിന്നെ ശ്വാസം തന്നെ വിടൂല. കാരണം കണ്ടു പോയാൽ കായ് പോകുമല്ലോ എന്നുള്ള ബേജാറാണ്. വല്യാപ്പയും വല്യമ്മയൊക്കെ മക്കളോട് പറയും ചെയ്യും, മക്കളെ അതവിടെ നിന്നോട്ടെ, അതിനെ തട്ടണ്ട. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വയല് കേട്ടാലും എന്നാലും അത് ശരീരത്തിൽ വന്നിരുന്നാൽ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും, തട്ടിവിടൂല. ഇങ്ങനെ എന്തെല്ലാം ഖുർആനിലുണ്ടോ അങ്ങനെ? ഹദീസിലുണ്ടോ അങ്ങനെ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അത്വീറത്തു ശിർക്കുൻ, അത്വീറത്തു ശിർക്കുൻ, അത്വീറത്തു ശിർക്കുൻ ഖാലഹു സലാസ. പക്ഷിയുടെ കരച്ചിൽ കൊണ്ട് ലക്ഷണം പറയൽ ശിർക്കാണ്. പക്ഷിയെ പറപ്പിച്ച് ലക്ഷണം പിടിക്കൽ ശിർക്കാണ്.
പക്ഷിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയുന്നത് ശിർക്കാണ്. ഖാലഹു സലാസ, 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വിശദീകരിച്ച് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഇതൊരു പക്ഷിക്ക് മാത്രം ബാധകമല്ല, വകതിരിവില്ലാത്ത ഒരു ജീവിയുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയാൻ പാടില്ല. ഒരു പക്ഷി എന്നുള്ളത് മാത്രമല്ല, പക്ഷിയും പെടും. പഴയ കാലത്തൊക്കെ ഈ കൈനോട്ടക്കാർ കൂട്ടിലൊരു തത്തയെയുമായി നടക്കും, കണ്ടിട്ടില്ലേ? കൂട്ടിൽ തത്തയെയുമായി നടക്കും, കുറേ ഷീറ്റുകളും ഉണ്ടാകും. എന്നിട്ട് ആരെങ്കിലും കൈ നോക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ തത്തയെ വിട്ടിട്ട് ഒരു ഷീറ്റ് എടുപ്പിക്കും, പിന്നെ അതിനനുസരിച്ച് വയല് പറയും. അതൊന്നും ഒരു നിലയിലും മുഅ്മിനീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷിയെ കൊണ്ട് ലക്ഷണം പറയൽ ശിർക്കാണ് എന്നതുപോലെ വകതിരിവില്ലാത്ത ജീവികളെ കൊണ്ട് ലക്ഷണം പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ. 3-4 ആൾ ഒരു സ്ഥലത്തിരുന്ന് ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ, എന്തോ പറയുമ്പോഴാണ് പെട്ടെന്ന് അയാൾ അങ്ങോട്ട് കയറി വന്നത്. ഉടനെ പറയും, എന്തെങ്കിലും മിണ്ടാത്ത. നമ്മളൊരു 4-5 ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അയാൾ അങ്ങോട്ട് കയറി വന്നാൽ എന്ത് പറയും? 100 ആയുസാണ്, അടുത്തൊന്നും മരിക്കൂല. നിന്നെക്കുറിച്ച് പറഞ്ഞ് നാവിടുത്തില്ല, അപ്പോഴത്തേക്ക് എത്തിയല്ലോ, ഏതായാലും അടുത്തൊന്നും മരിക്കൂല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് ഒരാശ്വാസമാണ്. ഓ, ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും മരിക്കൂലല്ലോ എന്നുള്ളൊരാശ്വാസം. ഇതാര് പറഞ്ഞു? നിന്നെക്കുറിച്ചൊരു ടീം ഇങ്ങനെ പറയുമ്പോൾ നീ അങ്ങോട്ട് കയറി ചെന്നാൽ നിനക്ക് പെട്ടെന്ന് മരണമില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഖുർആനിലുണ്ടോ? ഇതൊക്കെ ഈമാൻകാരും ഇസ്ലാംകാരും വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ച് നടക്കുന്ന പല ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് തരിപ്പ് പോയാൽ അപ്പോൾ പറയും, ആരോ പറയുന്നുണ്ട്, ആരോ കുറ്റം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഭക്ഷണത്തിൽ തരിപ്പ് പോയത്. സംഗതി കിട്ടിയപ്പം വാരി മിണുങ്ങി കഴിച്ചു, അതിനും കുറ്റം വേറുള്ളവർക്കാ. ഇങ്ങനെയൊക്കെയുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾ പണ്ടേ അങ്ങനെ വിശ്വസിച്ചു വന്നു, അതൊക്കെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അന്ധവിശ്വാസങ്ങളും ശിർക്കിലേക്ക് ചേർക്കുന്ന വിശ്വാസങ്ങളും മഅദല്ലാഹ്, ഇലാഹായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ബാപ്പ മാതൃകായോഗ്യനായ ബാപ്പയാവണം. ബാപ്പ മക്കളുടെ കാര്യത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഒരു ഉമ്മ ഏറ്റവും നല്ല ഉമ്മയാകുന്നത് പാപ്പ കൊണ്ടുവരുന്നതൊക്കെ കരിച്ചും പൊരിച്ചും നന്നാക്കി കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഉമ്മയാവുക. അങ്ങനെ വിചാരിക്കരുത്. തട്ടിയുടെ ഭക്ഷണത്തേക്കാൾ മക്കളുടെ വിഷയത്തിൽ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഉമ്മ, ആ ഉമ്മയാണ് ഏറ്റവും നല്ല മാതൃകായോഗ്യയായ ഉമ്മ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മക്കളുടെ കാര്യത്തിൽ ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ വാഖിയ ഓതാറുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഉമ്മയും ബാപ്പയും, മക്കളുടെ കാര്യത്തിൽ ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഉമ്മയും ബാപ്പയും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനാദ്യം ഉമ്മയും ബാപ്പയും അതൊക്കെ ശീലിക്കണം. എന്നിട്ട് മക്കൾക്കത് പറഞ്ഞ് അവരെ അത് ശീലിപ്പിക്കണം. അങ്ങനെയാകുമ്പോഴാണ് മാതൃകായോഗ്യമായ കുടുംബമാകുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. മക്കളുടെ കാര്യത്തിൽ ഉമ്മയുടെ പങ്ക് നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. തർബിയത്തിൻ്റെ വിഷയത്തിൽ മുന്നിൽ നിൽക്കേണ്ടത് ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, മോനെ, ഞാൻ നിൻ്റെ ബാപ്പയാണ്, എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്, ഞാനിപ്പോൾ വരുന്നത് ഫലസ്തീനിൽ നിന്നാണ്, ഒരു സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. എന്താ സ്വപ്നം എന്നറിയോ? നിന്നെ അറുക്കണമെന്നാണ്. എന്താ മോനെ നിൻ്റെ അഭിപ്രായം? അപ്പോൾ ആ മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ബാപ്പ ഫഫ്അൽ മാ തുഅ്മർ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ട് പിന്നെ നിങ്ങളെന്തിനാണ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? അള്ളാഹു കൽപ്പിച്ചതുപോലാണ്ട് ചെയ്താൽ പോരെ. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു മറുപടി ആ മകനെ പറയാൻ പ്രേരിപ്പിച്ചത്, പഠിപ്പിച്ചത്, ആ മകന് തർബിയത്ത് നൽകിയത് ആരാ? ബാപ്പയാണോ? അല്ല. ബാപ്പ പണ്ട് ഈ മക്കയിൽ ബാപ്പ വന്ന് ഉമ്മയെയും കുഞ്ഞിനെയും അവിടെ ഇറക്കി വിട്ട് തിരിച്ചു പോയതാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകുന്നു. പരീക്ഷണാർത്ഥം അല്ലാഹു തആലയുടെ കൽപ്പന, ഈ കുഞ്ഞിനെയും ഉമ്മയെയും അങ്ങകലെ മക്കയിൽ കൊണ്ടുപോയി പാർപ്പിക്കണം. അന്നത്തെ മക്ക ഇന്നത്തേതുപോലെയല്ല. അന്ന് കഅബാലയം തന്നെയില്ല. കഅബാലയത്തിൻ്റെ അടുത്ത് പാർപ്പിക്കാനാ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. റബ്ബിൻ്റെ കൽപ്പന കേട്ടപ്പോൾ പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായി മകനെയും ഭാര്യയെയും കൂട്ടി യാത്ര പോയി. മക്കയിലെത്തി. കഅബാലയം നിന്ന സ്ഥലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുന്നു. ഭാര്യയെയും കുട്ടിയെയും ഇറക്കി തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ആ ഉമ്മ ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾക്കിതെന്തിൻ്റെ കേടാണ്? നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇലായിന തഖ്റുജ് وتتركنا في هذا الوادي الذي ليس فيه إنس ولا أنيس. അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, ഇവിടെ ഒരു പച്ചപ്പില്ല, സഹായം ചോദിക്കാൻ ഒരാളില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമൊന്നും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് എൻ്റെ മുലയിൽ ഒരല്പം പോലും പാലില്ല. കുട്ടി കരയുന്നു. നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു? മറുപടിയില്ല. രണ്ടാമതും ആ ഉമ്മ ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മറുപടിയില്ല. മൂന്നാമതും ചോദിച്ചു, മറുപടിയില്ല. നാലാമതാ ഉമ്മയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, അല്ലാഹു അമറക ബിഹാദാ. അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൽപ്പിച്ചത് അല്ലാഹുവാണോ? ഇത് ഇലാഹായ റബ്ബിന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അന്നം, ഇബ്രാഹിം നബിയുടെ മറുപടി, അതെ, ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. ഞാനിതൊന്നും എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യുകയല്ല, ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഓഹോ, അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലേ, ഇതല്ല യുളയ്യുന, എന്നാ ഒരു ബേജാറുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം, ഞങ്ങളെ കാര്യം അള്ളാഹു നോക്കിക്കോളും. ആ തവക്കുലിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് സംസം. അങ്ങനെ ഇബ്രാഹിം നബി പോയി. പിന്നെ ഈ കുഞ്ഞിന് വേണ്ട എല്ലാ തരത്തിലുള്ള തർബിയത്തും നൽകുന്നത് ഈ ഉമ്മയാണ്. ബാപ്പയിൽ നിന്ന് അന്ന് കുട്ടിക്ക് ഒരു തർബിയത്തും കിട്ടിയിട്ടില്ല. ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്ന ഈ കുഞ്ഞ് അള്ളാഹുവിനെ അറിഞ്ഞു. ഉമ്മ എപ്പോഴും ബാപ്പയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പൂർണ്ണ ഈമാനോടുകൂടെ ആ കുഞ്ഞിങ്ങനെ വളർന്നു വരികയാണ്. ഉമ്മയുടെ സമ്പൂർണ്ണ തർബിയത്തിലാണ്. ചിലന്മാരൊക്കെ പറയാറുണ്ട്, ബാപ്പ ഗൾഫിലാ, ഓനോട് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കൂല, അവനവന് തോന്നിയ വഴിക്ക് പോകും. സഹോദരിമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഭാഗത്തുനിന്ന് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കൊക്കെ വല്ലാത്ത പ്രയാസമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, നിങ്ങൾ ചുണ്ടനക്കണം, ചുണ്ട് പൂട്ടിക്കളയണം. ഇപ്പോൾ ദിക്റിന് പോലെ നിങ്ങൾ ചുണ്ട് തുറക്കരുത്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണ്, ഒരു കുട്ടിയും ഒരാളും അവിടെ നിന്ന് സംസാരിക്കരുത് എന്ന് പ്രത്യേകം ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലെങ്കിലും മുഅ്മിനീങ്ങളെ, ഈ ഹദീസൊക്കെ പറയുന്ന, ഖുർആൻ പറയുന്ന സദസ്സിൽ എങ്ങനെ വർത്താനം പറയാം? നിങ്ങളറിയോ, മാസങ്ങളോളം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ മകൻ സാലിം എന്നവരോട് തെറ്റി, മിണ്ടിയില്ല, വർത്താനം പറഞ്ഞില്ല, തെറ്റി നടന്നു. എന്തിനാ ബാപ്പ മകനോട് തെറ്റിയെന്നറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കണം. ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മകൻ സാലിം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആ ഹദീസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം മകൻ ബാപ്പയോട് ചോദിച്ചു. ബാപ്പ അത് മെയിൻറ്റ് ചെയ്തില്ല. ഹദീസൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാപ്പ പറഞ്ഞു, ലാ ഉകല്ലിമുക അബദ, ഇനി നിന്നോട് വർത്താനല്ല, പോ അവിടുന്ന്. ഹബീബായ നബിയുടെ ഹദീസാ നീ മുറിച്ചു കളഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോ എന്തടാ അതിനിടയിൽ വന്ന് നീ സംസാരിച്ചത്? ഇത് അനാദരവാണ്. അതുകൊണ്ട് ലാ ഉകല്ലിമുക അബദാ, പോടുന്ന്.
ഇനി നിന്നോട് ഞാൻ മിണ്ടില്ല, നീ മുത്തുനബിയുടെ ഹദീസ് ശ്രദ്ധിക്കാത്തവനാണെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. എന്താണ് പെണ്ണുങ്ങളെ അള്ളാന്റെ റസൂലിന്റെ ഹദീസും വിശുദ്ധ ഖുർആനും പറയുന്നിടത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് വർത്താനം പറയാൻ കഴിയുന്നത്? പടച്ചോനെ, അങ്ങനെ ഉണ്ടാവരുതേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാര്യം അദബാൻ. ഒരു ബാപ്പാക്ക് മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന ആ ബാപ്പ മകനെ അദബ് പഠിപ്പിക്കരാ. മാനഹലവാലിദുൻ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ബാപ്പ മകന് നൽകുന്ന ഏറ്റവും വലിയ ഹദിയ, ഏറ്റവും വലിയ സമ്മാനം ആ മകനെ അദബ് പഠിപ്പിക്കലാണ്. അദബും കുരുത്തും പൊരുത്തൊന്നുമില്ലാതെ എന്തും എങ്ങനെയും എപ്പോഴും എവിടുന്നും ആവാം, അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വളർന്നു വന്നാൽ അത് പരാജയത്തിലേക്ക് എത്താൻ കാരണമാകും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അദബും ബഹുമാനവും ഒന്നുമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂൽ പറയുന്നുണ്ട്. യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. അന്ന് ലാ യുസ്ബഉ ഫീഹിൽ ആലിം വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം വലാ യുഖറു ഫീഹിൽ കബീർ വലാ യുർഹമു ഫീഹി സഗീർ യഖ്തുലു ബഅ്ളുഹും ബഅ്ളൻ അലദ് ദുനിയാ ലാ യഅരിഫൂന മഅറൂഫാ വലാ യുൻകിറൂന മുൻകറാ ഉലൈക ശിറാറു ഖൽഖില്ലാഹ്. 2 തവണ ഉസ്താദിന് ഇവിടെ എഴുന്നേറ്റ് പറയേണ്ടി വന്നല്ലോ, പെണ്ണുങ്ങളെ നിങ്ങൾ വർത്താനം പറയല്ലേ, അടുത്തുള്ളവരെങ്കിലും ഒന്ന് കേട്ടോട്ടെ, നിങ്ങളൊന്ന് മിണ്ടല്ലേ, ദിക്റ് പോലും ചെല്ലരുത് എന്ന് പറഞ്ഞതൊരു വർത്താനാണ്. അല്ലാഹു തആല അദബുള്ളവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. അദബില്ലാത്ത ഒരു സമൂഹം വളർന്നു വരിക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അടയാളാണല്ലോ. പടച്ചോനെ, മുത്ത് റസൂൽ പറയാണ്, ലാ യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. അന്ന് ലാ യുസ്ബഉ ഫീഹിൽ ആലിം, ആലിമിന് വലിയ വിലയൊന്നും കൽപ്പിക്കൂല, ആലിമിനെ പിൻപറ്റപ്പെടുകയില്ല, ആലിമിൻ്റെ വർത്താനത്തിനൊന്നും വലിയ നിലയും വരെ ഉണ്ടാവില്ല. വലാ യുസ്തഹിയ ഫീഹി മിനൽ ഹലീം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നാട്ടിലുള്ള മാന്യന്മാർ കാണുമല്ലോ, കേൾക്കുമല്ലോ, അറിയല്ലോ, അങ്ങനെ ഒരു ലജ്ജ അതുണ്ടാവില്ല. ഒരു ലജ്ജ ആളുകൾ അറിഞ്ഞാൽ മോശമല്ലേ, ആളുകൾ കേട്ടാൽ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ലജ്ജ അതുണ്ടാവില്ല. ലാ യൂഖറു ഫീഹിൽ കബീർ, അന്ന് വലിയവരെ അങ്ങനെ ബഹുമാനിക്കപ്പെടുകയൊന്നുമില്ല. വലിയവരോടുള്ളൊരു ബഹുമാനം അതൊക്കെ അന്ന് കുറയും. വലാ യുർഹമു ഫീഹി സഗീർ, ചെറിയവരോടന്ന് കാരുണ്യം കാണിക്കപ്പെടുകയില്ല. ചെറിയവരോട് കാരുണ്യം അതൊന്നും ഉണ്ടാവില്ല. ലാ യഅരിഫൂന മഅറൂഫ, ഒരു നന്മയും അറിയാത്തൊരു വിഭാഗം. വലാ യുൻകിറൂന മുൻകറ, ഒരു തിന്മയെയും വിരോധിക്കാത്തൊരു വിഭാഗം. യഖ്തുലു ബഅ്ളുഹും ബഅ്ളൻ അലദ് ദുനിയാ, ദുനിയാവിന് വേണ്ടി കലഹങ്ങൾ ഉണ്ടാക്കും, ദുനിയാവിന് വേണ്ടി തമ്മിൽ ജ്യേഷ്ഠാനുജന്മാർ പോലും, രക്തബന്ധങ്ങളുള്ളവർ പോലും തമ്മിൽ കൊല നടത്തുന്ന കാലഘട്ടം. ഉലൈക ശിറാറു ഖൽഖില്ലാഹ്, അവരാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ പൂർണ്ണമായും അദബുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ തർബിയത്താണ്. ഇസ്മായിൽ എന്ന കുട്ടിക്ക് ബാപ്പ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ എന്നോട് ചോദിക്കണമെന്നാണ് ഈ മകൻ്റെ ചോദ്യം. മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക് ഫൻദുർ മാദാ തറ, നിന്നെ അറുക്കണമെന്ന് ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നുവല്ലോ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? അമ്പിയാക്കളുടെ സ്വപ്നം അതൊരിക്കലും പേക്കിനാവല്ല, അത് വഹിയാണ്. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, നിന്റെ അഭിപ്രായം എന്താ? അപ്പോഴാണ് മകന്റെ മറുപടി, ബാപ്പ യാ അബതിഫ് അൽമാ തുമർ, കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾക്കങ്ങ് ചെയ്താ പോരെ. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ എന്നോട് ചോദിക്കണോ? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഇൻഷാ അല്ലാഹ് ക്ഷമാശീലരിൽ നിങ്ങൾ എന്നെ എത്തിക്കുക തന്നെ ചെയ്യും. അർത്തോളി ബാപ്പ. അപ്പം ഇങ്ങനെ ഒരു മറുപടി ആ മകനെ
പറയാൻ പ്രേരിപ്പിച്ചത് ഉമ്മയുടെ തർബിയത്താണ്. ഉമ്മമാരെ, നിങ്ങളുടെ മടിത്തട്ടാണ് ഏറ്റവും നല്ല മദ്രസ. നിങ്ങളുടെ മടിത്തട്ടാണ് ഏറ്റവും നല്ല മദ്രസ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. വീടിൻ്റെ വിളക്കായി മാറണം. വീട് മസ്കനാവണം. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാണ്. നമ്മുടെ വീടിന് അറബിയിൽ മസ്കൻ എന്ന് പറയും. ആ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലും മണ്ണും ഇഷ്ടികയും ഒക്കെയാണ് ഈ കെട്ടിടം ഉപയോഗിക്കാനും നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനെ മസ്കൻ എന്ന് പറയൂല. മസ്കൻ എന്നാൽ സമാധാനത്തിൻ്റെ കേന്ദ്രം, ആശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നാണ് അർത്ഥം. വീട്ടിലുള്ള ഓരോരുത്തരെ കൊണ്ടും മറ്റുള്ളവർക്ക് ഈ ആശ്വാസം കിട്ടണം.